പൊതുജനത്തിന്റെ ആംഗിളിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അതായത് നശിച്ചു പോയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കഴിവില്ലാത്ത കോൺഗ്രസ് പാർട്ടി, വർഗീയവാദികളായ BJP, ഇതിപ്പോ ചെറുത്താനും കടലിലും ഇനി വേറെന്തോ ഇതിന്റെ ഇടയിലായിപ്പോയില്ലേ മലയാളി? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു അപകടം അതാണ്. അപ്പം നമ്മളീ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളീ പറയുന്നത് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഇവനാരെ ഇഷ്ടമല്ല, നമ്മൾ അരാഷ്ട്രീയവാദം പറയാമെന്നുള്ളതല്ല. അരാഷ്ട്രീയവാദമേ അല്ല പറയുന്നത്, ഇവർ നന്നായാൽ മതി. ഇപ്പം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കുതിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടായിക്കൂടാ? എന്തുകൊണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു? അപ്പോൾ ഈ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങളെ കട്ട് ചെയ്താൽ മാറില്ലേ? 100% മാറില്ലേ? നമുക്ക് ക്യാൻസർ വന്നാൽ മുറിച്ച് കളഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മളിട്ട് വളർത്തി വലുതാക്കി ശ്രദ്ധിക്കാതിരുന്നാൽ അത് ശരീരം മുഴുവൻ സ്പ്രെഡായി നമ്മളെ നശിപ്പിക്കും. ഇതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളർന്നതും നശിച്ചതും നേതാക്കന്മാരിലൂടെയാണ്. വ്യക്തി കേന്ദ്രീകൃതമല്ല രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാണ് രാഷ്ട്രീയം എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.